ഗസയിലെ തടവുകാരുടെ മോചനത്തിന് മുൻഗണന നൽകണോ അതോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിത്യയുദ്ധം തുടരണോ? ഇതാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന ശബ്ദം. ഗസയിൽ ഹമാസിനെതിരായ സമ്പൂർണ്ണ വിജയം നേടുക എന്ന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഇസ്രായേൽ സർക്കാർ യുദ്ധം തിരഞ്ഞെടുക്കുമ്പോൾ ജനം ഹമാസല്ല നെതന്യാഹുവാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ ശത്രുവെന്ന് തെരുവുകളിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്. ബന്ദിമോചനം ഇനിയും സാധ്യമാവാത്തതിൽ പ്രതിഷേധമിരമ്പുകയാണ് ഇസ്രായേൽ തെരുവുകളിൽ. ഗസക്കുമേൽ തുടരുന്ന യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ടെൽ-അവീവിൽ കഴിഞ്ഞ ദിവസം കൂറ്റൻ റാലിയാണ് നടന്നത്. ഇതോടൊപ്പം സൈന്യത്തോടൊപ്പം ചേരാൻ കൂടുതൽ റിസർവ് സൈനികരെ സർക്കാർ വിളിച്ചെങ്കിലും മിക്കവരും സൈന്യത്തോടൊപ്പം ചേരാൻ വിസമ്മതിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഇതോടൊപ്പം യുദ്ധം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, നാവികസേനയിലെ അംഗങ്ങൾ, സൈന്യത്തിലെ ഉന്നത യൂണിറ്റുകൾ, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് എന്നിവരിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ഏപ്രിൽ പകുതിയോടെ ഇസ്രായേലിൻ്റെ എലൈറ്റ് യൂണിറ്റുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന വ്യോമസേനയിലെ നിലവിലുള്ളതും മുൻ അംഗങ്ങളും ചേർന്ന് ഒരു കത്ത് പുറത്തിറക്കിയിരുന്നു. യുദ്ധം നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, സുരക്ഷാ താൽപ്പര്യങ്ങൾക്കല്ല എന്ന് അവകാശപ്പെട്ടായിരുന്നു ഈ കത്ത് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് മൊസാദ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം അറിയിച്ചത്. 2023 ഒക്ടോബർ 7 ആക്രമണം തടയുന്നതിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ പരാജയപ്പെട്ടതിനും 19 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനും യുദ്ധത്തിലെ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുന്നതിൽ പരാജയപ്പെട്ടതിലും നെതന്യാഹുവിനെതിരെ പ്രതിഷേധം എങ്ങുനിന്നും അണപൊട്ടുകയാണ്. മാർച്ചിൽ ബാക്കിയുള്ള തടവുകാരെ തിരികെ കൊണ്ടുവരാൻ ഉതകുന്ന ഒരു കരാർ തുടരുന്നതിന് പകരം ഏകപക്ഷീയമായി വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ നെതന്യാഹു തീരുമാനിച്ചത് ഇസ്രായേൽ സമൂഹത്തിനുള്ളിൽ വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന് മുമ്പ് തന്നെ നെതന്യാഹു സ്വന്തം നേട്ടങ്ങൾക്കായി യുദ്ധം കൈകാര്യം ചെയ്യുന്നുവെന്ന ആരോപണങ്ങൾ ശക്തമായിരുന്നു. യുദ്ധം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം തൻ്റെ സ്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള നിരവധി ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനാലാണ് നെതന്യാഹു യുദ്ധം തുടരുന്നതെന്ന് ജനം ആരോപിക്കുന്നു. 2019 മുതലുള്ള നിരവധി അഴിമതി ആരോപണങ്ങളിൽ വിചാരണ നേരിടുന്നതിന് പുറമെ ഒക്ടോബർ 7 ആക്രമണത്തിന് മുമ്പുള്ള സർക്കാരിൻ്റെ രാഷ്ട്രീയ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷണം ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കാനാണ് ഈ യുദ്ധം തുടരുന്നത്. ഇതിനിടെയാണ് ആയിരങ്ങൾ പങ്കെടുത്ത റാലി രാജ്യത്ത് തുടർച്ചയായി നടന്നു വരുന്നത്. ബന്ദികളെ കൊലക്ക് കൊടുക്കാൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് ഓർമ്മിപ്പിച്ച പ്രതിഷേധക്കാർ ഹമാസ് അല്ല നെതന്യാഹുവാണ് തങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്നും പ്രഖ്യാപിച്ചു. റിസർവ് സൈനികരിൽ ചിലരും ഈ റാലിയിൽ പങ്കെടുത്തിരുന്നു. യഥാർത്ഥ ശത്രു ഹമാസ് അല്ല, മറിച്ച് ജൂത ജനാധിപത്യ രാഷ്ട്രമായ ഇസ്രായേലിനെ നശിപ്പിക്കുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് എന്ന് പ്രക്ഷോഭകരിൽ ഒരാൾ പ്രതികരിക്കുന്നു. ഇയാളുടെ മാതാപിതാക്കൾ ബന്ദികളായി പിടിക്കപ്പെടുകയും 2 ഘട്ടങ്ങളിലായി ഹമാസിൻ്റെ കയ്യിൽ നിന്നും മോചിതരാകുകയും ചെയ്തവരാണ്.